ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഹോണ്ട CD ഡോൺ വണ്ടി നമ്മളൊരു ഇറക്കരി കയറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ആക്സിഡൻ്റായിട്ട് പോയിട്ട് എടുത്തിട്ട് വന്ന വണ്ടിയാണ്. ഒരു 2-3 മാസമായി അത്. അതിനുശേഷം നമ്മൾ ജന സർവീസൊക്കെ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ബ്രേക്സിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്താൽ ചെയിനൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഓയിലൊക്കെ ഗ്രീസൊക്കെ കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് അത്യാവശ്യം മോശമായിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് മാറ്റേണ്ടി വരും. എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. അതുപോലെ എൻ്റെ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ലോഡായി കിടക്കുകയാണ്. ക്ലച്ച് കേബിളൊക്കെ ഫുള്ളായിട്ട് നല്ല ടൈറ്റായി. അപ്പോൾ ആ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റേണ്ടി വരും. അതുപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് സ്പീഡോമീറ്ററിൻ്റെ കേബിളിൻ്റെ കമ്പയറാണ്. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊന്ന് മാറ്റേണ്ടി വരും. പിന്നെ ഫ്രണ്ടിലെ വൈസർ പൊട്ടിയിരിക്കുകയായിരുന്നു. ഫ്രണ്ടിലെ വൈസറും അതുപോലെ ഒരു സൈഡ് ഇൻഡിക്കേറ്ററും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ക്ലാമ്പൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ബെൻഡായി കിടക്കുന്നുണ്ട്. നമുക്ക് വൈസർ മാറ്റിയിട്ട് ഇത് ക്ലിയറായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് അസംബ്ലിയും കൂടി മാറ്റേണ്ടി വരും. പിന്നെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല. ഹെഡ്ലൈറ്റ് കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് അസംബ്ലിയും കൂടി മാറ്റിയിട്ടുണ്ട് വരും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിന് ഉപയോഗിക്കാം. ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് അയക്കാത്തത്, അതും കൂടിയൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിളും ടൈറ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് കൈയോടെ അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിൾ കൂടി ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കാം. നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താണ്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ ലെവലുണ്ട്, പക്ഷേ അത്യാവശ്യം മോശമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 2-3 മാസമായി അതിനെ ഉപയോഗിക്കാതിരിക്കണം. ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അതൊന്നും നന്നായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും വേണ്ടി അയച്ചാണ്. പ്ലഗിന് അയക്കുന്ന സമയത്ത് തീരെ ടൈറ്റ് കുറവായിരുന്നു, നേരെ ഫ്രീ ആയിട്ടാണെന്ന് ഊരി പോകുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെഡ് എന്നുള്ള ഒരു ത്രെഡിൻ്റെ ഒരു അംശമാണ്, ആ അലുമിനിയത്തിൻ്റെ ഒരു ഭാഗമാണതാണ് ഈ ത്രെഡിൻ്റെ ഈ പ്ലഗിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഹെഡിൻ്റെ ഇതാണ് നമ്മൾ പ്ലഗ് സെറ്റ് ചെയ്യണ ഹെഡിൻ്റെ ആ ത്രെഡ്. ഇവിടെ ത്രെഡില്ല, നമ്മൾ പ്ലഗ് ഫ്രീ ആയിട്ട് കടന്ന് തിരികെയാണ്. നമുക്ക് ഈ ഹെഡ് അഴിച്ചിട്ട് ലൈറ്റ് കൊടുത്തിട്ട് ത്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് റീസെറ്റ് ആക്കാൻ പറ്റും. ആ കൂട്ടത്തിൽ നമ്മൾ ഹെഡ് അയക്കുമ്പോൾ തന്നെ അതിൻ്റെ വാൾവൊക്കെ സീറ്റിങ് ചെയ്തിട്ട് വേണം റെഡിയാക്കി എടുക്കുന്നത്. അത് അത്യാവശ്യം ചിലവ് വരുന്ന ഒരു കേസാണ്. അത് ഹെഡ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിലിണ്ടർ ചിലപ്പോൾ അയക്കേണ്ടി വരും, സിലിണ്ടർ കൂടി ചിലപ്പോൾ അയച്ച് സെറ്റ് ചെയ്യേണ്ടി വരും നമുക്ക്. അതും ഹെഡ് അയച്ച് നോക്കണം. ഹെഡ് എന്തായാലും അയക്കാതിരിക്കാൻ പറ്റില്ല, എന്താ പറയുക, നമുക്ക് പ്ലഗ് ത്രെഡ് ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീരെ ത്രെഡില്ല അത്. അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കാനും പറ്റില്ല നമുക്ക്. അപ്പോൾ അതും കൂടി ലേറ്റ് കൊടുത്ത് അപ്പോൾ അതിൻ്റേതായ ഒരു താമസം കൂടി വരിക പോകും. നമ്മൾ വണ്ടി വർക്കിനൊന്ന് കയറ്റിയിട്ടുള്ളൂ, ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ കംപ്ലൈൻ്റൊക്കെ കണ്ടത് നമ്മൾ. അപ്പോൾ അതെങ്ങനെ ചെയ്തിട്ടാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമുക്കൊരു എസ്റ്റിമേറ്റ് പറയാം. ഓക്കെ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.